ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യം ബീഫ് നന്നായി മസാലപ്പൊടി എല്ലാം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ചതിലോട്ട് കുറച്ച് കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സബോളയും മറ്റും വഴറ്റാനായി വേറൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ലിറ്റർ എണ്ണയാണ് ഞങ്ങൾ ഒഴിച്ചത്. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ ഇളക്കിയെടുക്കണം. ഏകദേശം തേങ്ങാക്കൊത്ത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കണം. ഇനി അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സബോള നന്നായി വഴണ്ട് വരാനായിട്ട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും കറിവേപ്പില, പച്ചമുളക് എന്നിവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തക്കാളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. സബോള നന്നായി വഴന്ന് വരുന്നവരെ നമ്മൾ ഇളക്കിയെടുക്കണേ. ഏകദേശം നമ്മുടെ സബോള നന്നായി വഴന്നു വന്നിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സബോളയായി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ബീഫ്. നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതാ നമ്മുടെ ബീഫ് കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ.